നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും ആദരണീയരായ സമുദായ നേതാക്കളുടെ പട്ടികയിലുണ്ടായിരുന്നു NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ. അദ്ദേഹത്തിൻ്റെ സമുദായ സ്നേഹവും ഭഗവാൻ അയ്യപ്പനോടുള്ള പ്രീതിയും തന്നെ സൽപ്പേരിന് കാരണമായി. എല്ലാ സമുദായത്തിലും ഉള്ളതുപോലെ ചില വിമതർ അദ്ദേഹത്തിനെതിരെ അക്കാലത്തും ശബ്ദമുയർത്താറുണ്ടായിരുന്നെങ്കിലും നായർ സമുദായത്തിലെ ഒട്ടുമിക്ക മനുഷ്യരും സുകുമാരൻ നായരിൽ അഭിമാനം കൊണ്ടിരുന്നു. അദ്ദേഹം നായർ സമുദായത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ മുഖം നോക്കാതെ രംഗത്തിറങ്ങിയിരുന്നു. പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തർക്ക് എക്കാലത്തും സുകുമാരൻ നായരോട് ആദരവും സ്നേഹവുമാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയ ഏക സമുദായ നേതാവ് സുകുമാരൻ നായരായിരുന്നു. NSS ആയിരുന്നു ആദ്യം മുതൽ ഈ കേസിൽ സുപ്രീം കോടതിയിൽ ശക്തിയുക്തം നല്ല വക്കീലന്മാരെ വെച്ച് വാദിച്ചത്. പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം സ്വയം നഷ്ടപ്പെടുത്താൻ ഏതോ ചെകുത്താൻ്റെ ദുഷ്പ്രേരണ സുകുമാരൻ നായരെ പിടികൂടി. പിണറായി വിജയനും കമ്മിക്കുട്ടങ്ങളും ഏതെങ്കിലും കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തതുകൊണ്ടാണോ, അതോ പ്രായം കൂടിക്കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ മുഷ്കും മാടമ്പിത്തരവും ഇങ്ങനെ പ്രവർത്തിച്ചതാണോ എന്ന് വ്യക്തമല്ല. പിണറായി വിജയൻ എന്ന ദുഷ്ടനായ ഭരണാധികാരി ഈ നാടിനെ മുച്ചൂടും മുടിപ്പിച്ചിട്ട് ഒടുവിൽ മാനം കാക്കാൻ വേണ്ടി അയ്യപ്പനിട്ട് പണിയാൻ ഇറങ്ങിയപ്പോൾ, അതിനുവേണ്ടി ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു തട്ടിപ്പുമായി രംഗത്തിറങ്ങിയപ്പോൾ അതിന് കൈ കൊടുത്തെടുത്ത് ആരംഭിച്ചതാണ് സുകുമാരൻ നായരുടെ വീഴ്ച. അതുവരെ ഉയർന്നു നിന്ന ഗ്രാഫ് അപ്പോൾ മുതൽ താഴേക്ക് പോയി. അതിനുശേഷം തൊട്ടതെല്ലാം അബദ്ധമായി മാറി. സുകുമാരൻ നായരുടെ വിശ്വസ്തനായ മുരാരി ബാബു അയ്യപ്പനെ മോഷ്ടിച്ച കേസിൽ അകത്തായി. പിന്നീട് അകാലത്തിൽ മരണമടഞ്ഞു. കലഞ്ഞൂർ മധുവടക്കം സ്വാധീനമുള്ള NSS നേതാക്കളൊക്കെ സുകുമാരൻ നായരെ തള്ളിപ്പറഞ്ഞു. സ്വന്തം വീട്ടിൽ പോലും സുകുമാരൻ നായരോട് അസ്വസ്ഥതയുള്ളവരുടെ എണ്ണം കൂടി വന്നു. എക്കാലത്തും സുകുമാരൻ നായർക്ക് താങ്ങായി നിന്ന മുൻ മന്ത്രി കൂടിയായ KB ഗണേഷ് കുമാർ ഏതൊരു വിമത നേതാവിനേക്കാൾ ശബ്ദത്തിൽ സുകുമാരൻ നായർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. വിമതന്മാർ ഏറെയുണ്ടെങ്കിലും അവരാരും അറിയപ്പെടുന്നവരാകാത്തതുകൊണ്ട് NSSലെ വിമത പ്രശ്നം ഒരിക്കലും ചർച്ചയായിട്ടില്ല. എന്നാൽ ഗണേഷ് കുമാർ വിമതന്മാരുടെ ജിഹ്വയായി രംഗത്ത് വരുന്നതോടെ സുകുമാരൻ നായർക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഗണേഷ് കുമാറിൻ്റെയും സുകുമാരൻ നായരുടെയും ക്രെഡൻഷ്യൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്പം തട്ട് താണു നിൽക്കുന്നത് ഗണേഷ് കുമാറിൻ്റെ തന്നെയാണ്. അപ്പനിൽ നിന്ന് പകർന്നു കിട്ടിയ മാടമ്പിത്തരവും പെണ്ണ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മികച്ച ലീഡർ, ഭരണാധികാരി എന്ന് പേരെടുത്ത ഗണേഷ് കുമാറിന് ഇപ്പോഴും ജനപ്രീതി മോശമല്ല. പിണറായിക്കെതിരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിയ വികാരത്തിൽ കടപുഴകി വീണെങ്കിലും ഗണേഷ് കുമാറിൻ്റെ പിന്തുണയ്ക്ക് കാര്യമായി കുറവൊന്നുമില്ല. ആ ഗണേഷ് കുമാറാണ് ഇപ്പോൾ സുകുമാരൻ നായരെ തീർക്കാൻ നെഞ്ചുവരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. NSS പത്തനാപുരം താലൂക്ക് പ്രസിഡന്റായിരുന്ന ഗണേഷ് കുമാറിനെ നാടകീയമായി പുറത്താക്കിയെങ്കിലും കാര്യമായി പ്രതികരണമൊന്നും ഗണേഷ് കുമാർ നടത്തിയിരുന്നില്ല. അതിനിടയിലാണ് ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പേരിൽ സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ടൊരു പുസ്തകം രചിക്കുകയും അത് പ്രകാശനം ചെയ്യാൻ ഗണേഷ് കുമാറിനെ ക്ഷണിക്കുകയും ചെയ്തത്. തിരുവനന്തപുരത്തെ മന്ന ഹാളിൽ നടത്താനിരുന്ന ആ പരിപാടി അവസാന നിമിഷം റദ്ദ് ചെയ്യപ്പെട്ടത് സുകുമാരൻ നായർ ഇടപെട്ടാണ്. ഇതോടെ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് സുകുമാരൻ നായർക്കെതിരെ അതുവരെ മിണ്ടാതിരുന്ന ഗണേഷ് കുമാർ ആഞ്ഞടിച്ചു. പാറ്റ സമരം പോലെ ഒരു സമരം NSS നേതൃത്വത്തിന് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുകുമാരൻ നായരുടെ സ്വജനപക്ഷപാതത്തിനെതിരെയും അഴിമതിക്കെതിരെയും കുടുംബാധിപത്യത്തിനെതിരെയും ആഞ്ഞടിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. നായർ സമുദായത്തിൽപ്പെട്ടവരോട് ഞാൻ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ പറയാം, നിങ്ങൾ മന്നത്താചാര്യന് വേണ്ടി സമരം ചെയ്യുക, തെരുവിലിറങ്ങ. ധർമ്മശാസ്താപന അയ്യപ്പന് വേണ്ടി, ശബരിമല അയ്യപ്പന് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങി ശരണമന്ത്രങ്ങൾ ജപിച്ചു, അഭിമാനമായി നമ്മൾ കണ്ടു. പക്ഷേ ഇത്തരം ഇത്തിക്കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായ അംഗങ്ങൾ തെരുവിലിറങ്ങുന്നത് ഈ സമൂഹത്തിലും ഈ സമുദായത്തിന്റെ ആചാരനായ മന്നത്ത് ആചാരനും ആത്മാവിൽ സഹിക്കാത്ത കാര്യമാണ്. അത് അഭിമാനക്ഷതമാണ്, ചെയ്യാൻ പാടില്ല. നമ്മൾ മന്നത്ത് ആചാരനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, നമ്മൾ ഇറങ്ങണം, ഇറങ്ങി തന്നെ ആകണം, ഇറങ്ങാതിരിക്കരുത് ഒരു നായരും. ഈ ഒരു സമരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പല കാര്യങ്ങളും പറഞ്ഞു വരാം. സ്വന്തം കൊച്ചുമകൾക്ക് ജോലി നിഷേധിച്ച സ്ഥലത്ത് ഒരാൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കി. അഴിമതിയിൽ 2 പണമിടപാട്. അഴിമതി എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന 2 വിധത്തിലാണ്. ഒന്ന് സ്വജനപക്ഷപാതമാണ് പ്രധാനമായിട്ട്. ഏറ്റവും വലിയ അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSSൽ നിയമിക്കാം. ധനലക്ഷ്മി ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും മക്കളുടെയും മരുമക്കളുടെയും ഇടപെടലിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ ഗണേഷ് കുമാർ ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏതൊരു ചട്ടമ്പിയാണ് എന്നാണ് സുകുമാരൻ നായർ വിശ്വസിക്കുന്നത് എന്ന് വരെ പറഞ്ഞ് സുകുമാരൻ നായരെ അടച്ചാക്ഷേപിച്ച് ഇരുത്തുകയായിരുന്നു. വാസ്തവത്തിൽ ഇത് കേട്ട് നായരുടെ കിളി പറന്നു. കൃത്യമായ മറുപടിയൊന്നും പറയാൻ ഇല്ലാത്തതുകൊണ്ട്
സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള ജൽപ്പനം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. മന്നത്താചാര്യൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചട്ടമ്പിസ്വാമിയെ അദ്ദേഹത്തിന്റെ ഗുരുവായി സ്വീകരിച്ചു. നായർ സമുദായത്തിന്റെ ഗുരുവായി. ആ ചട്ടമ്പിസ്വാമി തിരുവടികളെ അവഗണിക്കുന്ന ഒരാളാണ് NSSന്റെ പേരപ്പത്തിരിക്കുന്നത്. ആരാണ് ചട്ടമ്പിസ്വാമി? ചട്ടമ്പിസ്വാമി തിരുവനന്തപുരത്തുള്ള ഏതോ ചട്ടമ്പിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഊച്ചാടി പീസുകാർക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴല്ലേ ഇത് പറയുന്നുള്ളൂ. പക്ഷെ ഗണേഷ് കുമാർ വിടാനൊരുക്കമായിരുന്നില്ല. വീണ്ടും അതിശക്തമായ വാക്കുകളുമായി ഗണേഷ് കുമാർ രംഗത്ത് വന്നു. എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുതേ. മക്കളും കൊച്ചുമക്കളുമായി കാട്ടിക്കൂട്ടിയ അഴിമതിയുടെ കഥകളൊക്കെ എനിക്കറിയാം. ധനലക്ഷ്മി ബാങ്കിലെ ഇടപാടുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോവേണ്ടി വരും. ഗണേഷ് കുമാർ പൊട്ടിത്തെറിച്ചു. ഞാൻ എൻ്റെ വായും തുറക്കണ്ട. മകളെ പറ്റിയും മകനെ പറ്റിയൊക്കെ കുറേ സാധനങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. കൊച്ചുമക്കളെ പറ്റിയുണ്ട്. എന്നെ കൊണ്ടും തുറപ്പിക്കാതിരിക്കുന്നതാണ് പുള്ളിക്ക് നല്ലത്. എൻ്റെ വായെന്ന് പുള്ളി വാ തുറന്നു. വാ തുറഞ്ഞാൽ അതിന് മറുപടി. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഒരാൾ വാ തുറന്നാൽ അതിന് മറുപടി പറയാൻ അറിയാത്തവൻ രാഷ്ട്രീയത്തിൽ വരരുത്. മനസ്സിലായി? ഞാനൊരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വേറെ ജനറൽ സെക്രട്ടറി കസേര ഒന്നും ഒരു പ്രശ്നമില്ല. എനിക്കിതൊന്നും വേണ്ട. എനിക്കൊരു കരയോ അങ്ങോട്ടിരുന്നാൽ മതി. ഒരു താലൂക്ക് യൂണിയൻ സെക്രട്ടറി 23,000 രൂപ ശമ്പളം വാങ്ങുന്നവൻ മകളെ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപയ്ക്ക് ലണ്ടനിൽ പഠിപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക. സത്യം പറയാമല്ലോ, സുകുമാരൻ നായർ ഗതികെട്ട അവസ്ഥയെക്കുറിച്ച് എനിക്ക് വലിയ സഹതാപമുണ്ട്. ആർക്കും വിമർശിക്കാൻ കഴിയാത്ത വിധത്തിൽ ധീരനും ശക്തനുമായ സമുദായ നേതാവായി ദീർഘകാലമായി വാണ സുകുമാരൻ നായർക്ക് എന്തോ സംഭവിച്ചു. VD സതീശനെ മുഖ്യമന്ത്രി ആക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് രംഗത്തെത്തിയിട്ട് ഒടുവിൽ VD ആ പദവിയിലെത്തി. തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയും നിലവിളിക്കുകയും ചെയ്ത് നാണക്കേട് കൂട്ടാൻ മാത്രമേ സുകുമാരൻ നായർക്ക് കഴിഞ്ഞുള്ളൂ. ഇപ്പോഴിതാ വിശ്വസ്തരായ ഗണേഷ് കുമാറിനെ പോലുള്ളവർ പോലും പച്ചയ്ക്ക് ചീത്ത വിളിക്കുമ്പോൾ നന്നായി ഒന്ന് പ്രതിരോധിക്കാൻ പോലും ആരുമില്ല. കൂടെ നിന്നവരൊക്കെ കൈവിടുകയാണ്. പിണറായി വിജയന് കൈകൊടുത്തതിന്റെ ശിക്ഷ ഇത്രയും കഠിനമാണെന്ന് ഇപ്പോഴായിരിക്കും സുകുമാരൻ നായർക്ക് മനസ്സിലായത്. ഇനിയെങ്കിലും സുകുമാരൻ നായർ തിരിച്ചറിയുക, ഇത് പാറ്റ വിപ്ലവത്തിന്റെ കാലമാണ്. മാടമ്പിത്തരവും അഹങ്കാരവും ഉപേക്ഷിച്ച് ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കാൻ മന്നത്താചാര്യനെ കൂട്ടുപിടിച്ചുകൊണ്ട് നായർ സമുദായാംഗങ്ങൾ തെരുവിലിറങ്ങിയാൽ പെരിന്നയിലെ പോപ്പ് എന്ന സ്ഥാനം ഞൊടിയിടയിൽ തെറിച്ചു പോകും. ഇനിയെങ്കിലും സമുദായത്തിന്റെ പൊതുവികാരം മനസ്സിലാക്കി അഹങ്കാരവും ധാർഷ്ട്യവും ഉപേക്ഷിച്ച് പഴയ സുകുമാരൻ നായരാവുക.